അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉമർ റളിയല്ലാഹു അൻഹു രണ്ടാം ഖലീഫ ഈ ലോകത്തോട് വിട പറയുകയാണ്. അതുകൊണ്ട് തന്നെ മഹാനവറുകളുടെ മരണ കാരണങ്ങളും വസിയത്തിനെ സംബന്ധിച്ചുമാണ് നാം പറയാൻ പോകുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു അള്ളാഹുവോട് ചോദിച്ചു വാങ്ങിയതാണ് രക്തസാക്ഷിത്വം എന്നുള്ളത്. മദീന പള്ളിയിൽ സുബ്ഹിക്ക് ഇമാമായി നിസ്കരിച്ചുകൊണ്ടിരിക്കെ അബൂ ലുഅ്ലുഅത്ത് എന്ന മജൂസിയായ വ്യക്തി ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുത്തേറ്റു മഹാനവറുകൾ പിടഞ്ഞു വീഴുകയാണ്. ഉടനെ തൊട്ടുപിറകിൽ നിന്നിരുന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു ഇമാമത്ത് നിസ്കാരം തുടരാൻ. അങ്ങനെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു നിസ്കാരം പൂർത്തിയാക്കുകയാണ്. അതും വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുത്തേറ്റ് കിടക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, അമീറുൽ മുഅ്മിനീനാണ്. മഹാനവറുകളെ ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിലെത്തി ഒരു പ്രത്യേകമായ വെള്ളം നൽകി, ജ്യൂസ് മോഡൽ സാധനം നൽകി. വായിലേക്ക് വെള്ളം ഒഴിച്ചു, പക്ഷേ അത് വയറ്റിലൂടെ പുറത്തേക്ക് വരികയാണ്. കുത്തേറ്റ ഭാഗത്തിലൂടെ പുറത്തേക്ക് വന്നു. പിന്നീട് പാല് കൊടുത്തു, അതും അതേപോലെ തന്നെ കുത്തേറ്റ ഭാഗത്തിലൂടെ പുറത്തേക്ക് വരികയാണ് ഉണ്ടായത്. അപ്പോൾ ഉറപ്പിച്ചു, മരണം അടുത്തിരിക്കുന്നു, ഇനി അതിന് ചികിത്സയില്ല, മരണം അടുത്തിരിക്കുന്നു. ഉറപ്പായി. ഉമർ റളിയല്ലാഹു അന്വേഷിക്കുകയാണ്. നിസ്കരിച്ചുകൊണ്ടിരിക്കെ തന്നെ കുത്തിയ വ്യക്തി ആര്? ഉമർ റളിയല്ലാഹു അൻഹു ആ മരണവെപ്രാളത്തിലും ചോദിച്ചു, എന്നെ കുത്തിയ വ്യക്തി ആരാണ്? സ്വഹാബികൾ പറഞ്ഞു, മജൂസിയായ അബൂ ലുഅ്ലുഅയാണ്. ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത സന്തോഷം. അല്ലാഹുവിനെ സ്തുതിച്ചു, അൽഹംദുലില്ലാഹ്, പടച്ചവനെ നിനക്കാകുന്നു സർവസ്തുതിയും. എന്തേ കാരണം? ലം യജ്അൽ മനിയത്തി ബിയദി റജുലിൻ യദുൽ ഇസ്ലാം, ഒരു മുസ്ലിമായ ഒരാളുടെ കരങ്ങളാൽ എനിക്ക് മരിക്കേണ്ട ഒരു ഗതി വന്നിട്ടില്ലല്ലോ. അതിന് വലിയൊരെത്താത്ത റബ്ബേ, നിനക്കാകുന്നു സർവസ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. മരണം ഉമർ റളിയല്ലാഹു അൻഹു മുന്നിൽ കാണുകയാണ്. തന്നിലേക്ക് മരണം അടുത്തു വരുന്നത് ഉമർ റളിയല്ലാഹു അൻഹു അറിയുകയാണ്. ഉടനെ തന്റെ മകനായ അബ്ദുല്ലാഹെ വിളിച്ചുകൊണ്ട് പറയുന്നു, അല്ലയോ അബ്ദുള്ള, എന്റെ കടങ്ങളും ബാധ്യതകളും എല്ലാം നീ വീട്ടണം. ഓരാ, വീണ്ടും പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ഒന്ന് പോകണം. എന്നിട്ട് എന്തേ ചെയ്യേണ്ടത്? അവരോട് സലാം പറയണം. എന്താ പറയണം? എങ്ങനെ പറയണം? യഖറു അലൈക്കും ഉമർ അസ്സലാം, ഉമർ നിങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. എന്ത് പറയരുത്? വലാ തഖുൽ അമീറുൽ മുഅ്മിനീൻ, ഭരണാധികാരിയായ അമീറുൽ മുഅ്മിനീനായ ഉമർ നിങ്ങൾക്ക് സലാം പറഞ്ഞു എന്ന് പറയരുത്. മറിച്ച് ഉമർ നിങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് ആയിഷ ബീവിയോട് പറയണം. കാരണം എന്തേ പറഞ്ഞത്? ഇന്ന് ഞാൻ മുഅ്മിനീങ്ങളുടെ അമീറല്ല, ഞാൻ അമീറല്ല. കാരണം എന്താണ്? ഞാൻ മരണത്തിലേക്ക് അടുക്കുകയാണ്. അതുകൊണ്ട് ഉമർ സലാം പറഞ്ഞു എന്നായിരിക്കണം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയേണ്ടത്. പോയിട്ട് എന്താ ചോദിക്കേണ്ടത്? അവരോട് ചോദിക്കണം, ഉമർ ഇബ്നുൽ ഖത്താബ് നിങ്ങളോട് സമ്മതം ചോദിക്കുന്നുണ്ട്. എന്താണ് ചോദിക്കുന്നത്? അവരുടെ രണ്ട് കൂട്ടുകാരുണ്ടല്ലോ അവിടെ, അവരെ കൂടെ കിടക്കാൻ
സമ്മതം ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞു എന്നുള്ളതാണ്. എന്നിട്ട് എന്തേ പറഞ്ഞത്? ഇതെനിക്ക് വേണ്ടി ഞാൻ കരുതി വെച്ചിരുന്ന സ്ഥലമായിരുന്നു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ചാണല്ലോ തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. ആ ഹബീബിന് അവിടെ തന്നെയാണല്ലോ മറമാടിയിരിക്കുന്നത്. അതേ സ്ഥലത്ത് തന്നെയാണ്, ആ വീട്ടിൽ തന്നെയാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹാവിന്റെ പിതാവും ഒന്നാം ഖലീഫയുമായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും അവിടെ തന്നെയാണ് മറമാടിയത്. പിന്നീട് അവിടെ കുറച്ച് സ്ഥലമുണ്ട്, അതെനിക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന സ്ഥലമാണ്. അത് ഇതാ അമീറുൽ മുഅ്മിനീൻ ചോദിച്ചു, അഥവാ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അവർക്ക് ഞാൻ ഇതാ നൽകുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് കരുതി വെച്ച ഒരു കാര്യം, ഒരു വസ്ത്രം, അത് ഉമർ റളിയല്ലാഹു അൻഹു വന്ന് ചോദിച്ചപ്പോൾ, ഉമർ റളിയല്ലാഹുവിന്റെ മകൻ വന്ന് ചോദിച്ചപ്പോൾ നിസ്സങ്കോചം, യാതൊരു വൈമനസ്യവുമില്ലാതെ കൊടുക്കാൻ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ മനസ്സ് കാണിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആ വിശാല മനസ്കതയാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ സമ്മതം നൽകി, അവിടെ മറമാടാൻ ഉമർ റളിയല്ലാഹു അൻഹു സമ്മതം കൊടുത്തു എന്നുള്ളതാണ്. അതിന് വീണ്ടും പറഞ്ഞു, എന്താ പറഞ്ഞത്? ആയിഷ റളിയല്ലാഹു അൻഹ എനിക്ക് സമ്മതം അവിടെ കിടക്കാൻ സമ്മതം തന്നില്ല എങ്കിൽ നിങ്ങൾ ഒട്ടും ക്ഷമിക്കേണ്ട ഒരു ആഗ്രഹമാണ് അത്. അതുകൊണ്ട് സമ്മതം തന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം? സാധാരണ മുസ്ലിങ്ങളെ മറമാടുന്ന ജന്നത്തുൽ ബഖിയ ഉണ്ടല്ലോ, അവിടെ കൊണ്ടുപോയി എന്നെ നിങ്ങൾ മറമാടണം എന്നും ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ സമ്മതം കൊടുത്തു എന്നർത്ഥം. എന്ത് നമ്മൾ മനസ്സിലാക്കണം? മനസ്സോടടുക്കുകയാണല്ലോ. പിന്നെന്താ മഹാനവകൾ ചെയ്തത്? വസിയത്തുകളെല്ലാം പറയുകയാണ്. ഖിലാഫത്ത് തനിക്ക് ശേഷം ഭരണാധികാരി വേണമല്ലോ, നിർണയിച്ചു കൊടുക്കുകയാണ്. എങ്ങനെ നിർണയിച്ചു? 6 ആളുകളെ നിശ്ചയിക്കുകയാണ്. ഒരു ഷൂറ, ഒരു 6 അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുകയാണ്. ആരൊക്കെയാണ് അതിലുള്ളത്? അലി റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്, സുബൈർ റളിയല്ലാഹു അൻഹു ഉണ്ട്, സഅദ് റളിയല്ലാഹു അൻഹു ഉണ്ട്, തഅത്ത് റളിയല്ലാഹു അൻഹു ഉണ്ട്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റപ്പോൾ നിസ്കാരം പൂർത്തിയാക്കിയ, ഇമാമായി നിന്നുകൊണ്ട് പൂർത്തിയാക്കിയ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഈ 6 ആളുകളുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഈ 6 ആളുകളും കൂടി തീരുമാനിക്കുക, ഒരാളെ ഭരണാധികാരിയായി തെരഞ്ഞെടുക്കുക. അതിൽ നിന്ന് ആരെ തെരഞ്ഞെടുത്തു? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ 3ാം ഖലീഫയായി തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. പിന്നീട് വസിയത്ത് ചെയ്യുകയാണ്. എന്താ പറഞ്ഞത്? മുഹാജിറുകളോടും അൻസാറുകളോടും ഒക്കെ വസിയത്ത് ചെയ്യുകയാണ്. ദുആ കൊണ്ടും മറ്റുമൊക്കെ പറഞ്ഞുകൊണ്ട് വസിയത്ത് ചെയ്താണ്. എല്ലാവർക്കും എല്ലാവരുമായി വസിയത്ത് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ മഹാനവറുകൾ ഈ ലോകത്തോട് യാത്ര പറയുകയാണ്. ഈ ലോകത്തോട് യാത്ര പറയുകയാണ്. ലോകത്തോട് ഒന്ന് പോവുകയാണ്. എന്നിട്ട് എന്താ സംഭവിച്ചത്? എവിടെയാണ് മഹാനവറുകളെ മറമാടിയത്? മഹാനവറുകൾ വഫാത്താകുന്നത് രാത്രിയിലാണ്. ഏത് ദിവസം? ബുധനാഴ്ചയുടെ ഒരു രാത്രിയിലാണ് മഹാനവറുകൾ വഫാത്താകുന്നത്. ദുൽഹിജ്ജ 20 അന്ന്. ഹിജ്റ മാസം എത്രയാണ്? 23. ഹിജ്റ 23, ദുൽഹിജ്ജ 20 ബുധനാഴ്ചയിലാണ് മഹാനവറുകൾ ഈ ലോകത്തോട് യാത്ര പറയുന്നത്. അന്ന് മഹാനവറുടെ വയസ്സെത്രയാണ്? 63. തന്റെ 2 സ്വാഹിബുകൾ. ആരാണ് 2 സ്വാഹിബുകൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇരുവരും വഫാത്താകുമ്പോൾ വയസ്സെത്രയെ? 63. അതേപോലെ തന്നെയാണ് 63ാമത്തെ വയസ്സിലാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് യാത്ര പറഞ്ഞത് എന്നുള്ളത്. മറ്റൊരു കാര്യം കൂടി മഹാനവർ വസീയത്ത് ചെയ്തിരുന്നു.
താൻ മരിച്ചാൽ തന്നെ കുളിപ്പിക്കേണ്ടത് ആരാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്? അബ്ദുള്ള എന്നവരെ കൊണ്ട് അത് ഏൽപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. മഹാനായ അബ്ദുള്ള മകനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ആണ് കുളിപ്പിക്കലും മറ്റു കർമ്മങ്ങളെല്ലാം നിർവഹിച്ചത്. എന്നിട്ട് സംസ്കാരങ്ങളെല്ലാം കഴിഞ്ഞ് മഹാനവറുകളെ ആ ഭൗതിക ശരീരം കൊണ്ടുപോവുകയാണ്. എങ്ങോട്ട്? റൗള ഷരീഫിലേക്കാണ് കൊണ്ടുപോകുന്നത്. എങ്ങനെയാ ചുമന്നത്? എവിടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്ന കട്ടിലിലാണ് ചുമന്നുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭൗതിക ശരീരം റൗള ഷരീഫിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നിട്ട് അവിടെ കൊണ്ടുപോയി നിസ്കരിച്ചു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ചാരത്തായി ആ റൗള ഷരീഫിൽ ഭൗതിക ശരീരം അടക്കം ചെയ്തു എന്നുള്ളതാണ്. മഹാനവറുടെ ഭരണകാലം എത്രയാണ്? 10 വർഷം 6 മാസവും 4 ദിവസവുമാണ് മഹാനവറുകൾ ഭരണം നടത്തിയത്. ഈ സംഭവബഹുലമായ ഈ ജീവിതത്തിൽ നിന്ന് ഏതാനും ഏടുകളാണ് നമ്മൾ പറഞ്ഞത്. ഇനിയും പഠിക്കാനും പകർത്താനും നിരവധിയുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.